ഹലോ എവ്രി വൺ. ഇത് ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഹലോങ് ബേയിലേക്ക് പോയൊരു ഡേ ടൂറിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ പേൾ ഓയിസ്റ്ററിൻ്റെ ഒരു ഫാമിലേക്ക് പോയി. അതിനുശേഷം ഒരു ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ക്രൂസിൽ കയറി. ഇതൊരു ലക്ഷറി ക്രൂസാണ്. ഇവിടെ ഒരു ഓൾ ഇൻക്ലൂസീവ് ഡേ ടൂറാണ് നമുക്ക് ഈ ആക്ടിവിറ്റി ക്ലൂക്കിൽ നിന്ന് ബുക്ക് ചെയ്തത്. ഓൾ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഫുഡുണ്ട്, ഒരു ചെന്നോടനൊരു സ്നാക്ക് ഉണ്ട്, പിന്നെ ലഞ്ചുണ്ട്, പിന്നെ ഈവനിങ് ടീ ഉണ്ട്. അല്ലാതെ തന്നെ ആ ബോട്ടിൻ്റെ അകത്ത് അവർ ഫ്രഷ് ജ്യൂസും അതേപോലെ ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പേ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് ക്രൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത്യാവശ്യം ഇതിൻ്റെ അകത്ത് തന്നെ നടന്ന് കാണാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ബാൽക്കണിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ ആണ്. ചുറ്റും നമുക്ക് ഈ ഹാലോങ് ബേ നമുക്ക് കാണാം. അതേപോലെ ലൈം സ്റ്റോൺസിൻ്റെ കുറേ മൗണ്ടൻസ് ഉണ്ട്. അത് വളരെ ഭംഗിയാണ്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. ക്ലൈമറ്റ് അന്ന് വളരെ നന്നായിരുന്നു. ഇത് ഞാൻ ഏപ്രിൽ 2025 പോയ സമയത്തെടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്കൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഡേ ടൂറായിരുന്നു ഇത്. ഇവിടെ കുറേ എല്ലാ ഗസ്റ്റും ലോകത്തുള്ള പല സ്ഥലത്തു നിന്നുള്ള ഗസ്റ്റുകളുണ്ടായിരുന്നു. ഇന്ത്യൻസും കുറേ പേരുണ്ടായിരുന്നു, ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഒരു വെൽ ബിഹേവ്ഡ് ആയിരുന്നു. അധികം ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായില്ല. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ടെറസിൽ സ്റ്റേഴ്സിൽ ഇങ്ങനെ ചില്ല് ഇവിടെ ആൾക്കാർ വെറുതെ കിടന്ന് ബുക്ക് വായിക്കുന്നു, കഥ പറയുന്നു. അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഇവിടെ ഒരു മ്യൂസിക്കൊക്കെ വെച്ച് DJ പോലെയൊക്കെ പിന്നെ മോനെ അവിടെ പ്രത്യേകിച്ചൊരു ഫിലിപ്പൈൻസ് എന്ന് വന്ന ഒരു ഫാമിലി, ഇതേപോലെ ഞങ്ങളുടെ പോലെ തന്നെ ഒരു അച്ഛനും അമ്മയും മോനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോനേക്കാട്ടിൽ 1-2 വയസ്സ് മൂപ്പേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി. അപ്പോൾ അവർക്ക് ബോറടിച്ചില്ല, സുഖമായിട്ട് അവർ കളിച്ച് നടന്നു. ഈ ക്രൂസിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ആദ്യം നമ്മൾ ഈ ഓയിസ്റ്റർ ഫാമിൽ പോയതിന് ശേഷം ക്രൂസിൽ കുറച്ച് ദൂരം യാത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ടിപ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് നേരം ബീച്ചിൽ നമുക്ക് സ്വിം സൂട്ടൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ നമുക്ക് ഇറങ്ങാം. മക്കളൊക്കെ അവിടെ കളിച്ചു, സുഖമായിട്ട് കളിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കളിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുണ്ടായിരുന്നു. ഇത് ഏപ്രിൽ മാസം ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു ബീച്ചിൻ്റെ അവിടെ. അത്യാവശ്യം നല്ല ടാനായി, നല്ല കറുത്തിരുണ്ടിട്ടാണ് വന്നത്. നല്ല ചൂടുള്ള വെയിലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ തിരിച്ച് പിന്നെയും നമ്മൾ ക്രൂസിലേക്ക് കയറി. പിന്നെ ഒരു ബോട്ടിൽ പോകേണ്ട ആൾക്കാർക്ക് സ്പീഡ് ബോട്ടിൽ പോകാം, അല്ല സ്പീഡ് ബോട്ടിൽ പോകണ്ടാത്ത ആൾക്കാർക്ക് ക്രൂസിൽ തന്നെ ഇരിക്കാം കുറച്ച് നേരം. കുറച്ചും കൂടി കേവ്സ്, ഉള്ളിലേക്കുള്ള കേവ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സ്പീഡ് ബോട്ട് പോകും. നല്ല സ്പീഡിലാണ് ബോട്ട് പോയിരുന്നത്. അത് കാരണം ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ വീണ് പോകുമെന്നുള്ള പേടിയിൽ ഞാനത് എടുത്തില്ല. അല്ലാത്ത സമയത്ത് സ്ലോ ഡൗൺ ചെയ്ത് അവരെന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത്. ഇതല്ലാതെ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഇതൊരു ഡേ ടൂറാണ്. രാവിലെ 8 മണി മുതൽ രാത്രി തിരിച്ച് നമ്മൾ ഹനോയിലെത്തുന്നത് രാത്രി ഒരു 9-9:30 സമയത്താണ് കേട്ടോ. അല്ലാതെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് നമ്മൾ ഇതേപോലെ ബേയുടെ അകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആലപ്പിയിലൊക്കെ നിൽക്കുന്ന പോലെ ബോട്ട് ഹൗസിൽ നിൽക്കാം. അത് കഴിഞ്ഞ് സുംസോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേവിൻ്റെ അകത്തേക്കാണ് പോയത്. ഈ കേവ് എന്ന് പറയുന്നത് ഒരു ഹൈക്കാണ് കേട്ടോ. കേവിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കയറി മറ്റേ ഭാഗത്ത് കൂടെ ഇറങ്ങുകയാണ്. ഇത് ഓൾമോസ്റ്റ് 1 hour എടുക്കും ഈ ഹൈക്ക്. ഈ കേവിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ കേവ്. ഇങ്ങനെ മൂവീസിലൊക്കെ ഞാനും ഇത് കണ്ടിട്ടുള്ളൂ. ഇതേപോലെ വേറൊരു കേവ് ഞാൻ വിയറ്റ്നാമിൽ ദനാങ് എന്ന് പറഞ്ഞ സ്ഥലത്തും വേറൊരു കേവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കേവ്സ് ഉണ്ട്. പണ്ട് അമേരിക്കൻ വാർ നടന്ന സമയത്ത്, വിയറ്റ്നമീസ് വാർ നടക്കുന്ന സമയത്ത് ഈ കേവിൻ്റെ അകത്താണ് വിയറ്റ്നമീസ് സോൾജേഴ്സ് എല്ലാവരും ഒളിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മാർബിൾ കേവ്സ് അതും കണ്ടിരുന്നു. ഇതിൻ്റെ അകത്ത് കുറേ നമ്മുടെ ഗോഡ്സിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എയർ കണ്ടീഷൻ ഇട്ട പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര കൂൾ ബ്രീസായിരുന്നു ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ പുറത്തിറങ്ങി വരുമ്പോഴേക്കും നല്ല ടയേർഡായി. കാരണം കുറേ സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നു. കാലിനും മുട്ടിനും വയ്യാത്ത ആൾക്കാർക്കൊന്നും ഈ പണി പറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ നല്ല റിഫ്രഷ്ഡ് ആയിരുന്നു കഴിഞ്ഞ് വരുമ്പോഴേക്കും. വന്ന് ഇവിടെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടെ പുറത്ത് നല്ല ഇളനീരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ വാങ്ങിച്ചു കുടിച്ചു. കുട്ടികൾക്ക് എന്തൊക്കെ സ്നാക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിന് ശേഷം തിരിച്ച് നമ്മൾ ക്രൂസിൻ്റെ അകത്ത് കയറി. അപ്പോഴേക്കും ഒരു സൺസെറ്റിൻ്റെ ഒരു സമയമായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ വൈകുന്നേരത്തെ വ്യൂ. അതും കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ
നമ്മൾ തിരിച്ച് ഈ ഇമിഗ്രേഷൻ ചെയ്ത അതേ ഒരു പോർട്ടിലേക്കാണ് നമ്മളെത്തുക. ആ പോർട്ടിൽ നിന്ന് പിന്നെയും നമ്മൾ ഒരു ലക്ഷറി ബസ്സിലാണ് നമ്മൾ തിരിച്ച് ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ ടൂറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 hours പ്ലസ് എടുക്കും, ഒരു ഫുൾ ഡേ. അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതാണ് രാത്രിയുടെ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ടാവും. ബോട്ട് ഹൗസിൽ താമസിക്കുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ സമയം കൈപിടിച്ച് പോയ കാരണം നമ്മൾ ഡേ ടൂർ ചെയ്ത് അവസാനിപ്പിച്ചു.